ഇപ്പൊ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇത് നമ്മൾ പുറമെ എത്ര മെച്ചോർഡായിട്ട് ബിഹേവ് ചെയ്താലും എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു കുട്ടി ഉണ്ണിയുടെ ഉള്ളിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പൊതുവെ ഉണ്ണി പുറത്ത് ബിഹേവ് ചെയ്യുന്നതൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ബോൾഡായി പല സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. എല്ലാവരിലും ഉള്ള കുട്ടിത്തം ഉണ്ണിയിലും ഉണ്ട്. പിന്നെ ബോഡി ബിൽഡ് ചെയ്യുന്നത് ഈസ് പേഴ്സണൽ ചോയ്സ്. അതുകൊണ്ട് ഒരാൾക്ക് എന്താ പറയാ, ആളുടെ ക്യാരക്ടറും അങ്ങനെ ആവണമെന്നില്ലല്ലോ. സോ എനിക്ക് ചോദ്യം ശരിക്കും എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. അല്ല, എനിക്ക് മനസ്സിലായി. തീർച്ചയായും അതെനിക്കൊരു നല്ല കാര്യം കൂടി ആയിട്ടാണ് തോന്നുന്നത്. കാരണം തമിഴിൽ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇയർ എനിക്ക് റിലീസായ 5 സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒന്നിലൊരു ഐ പ്ലേഡ് എ വില്ലൻ, ഒരു ആയ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തു. ഒരു പ്രോപ്പർ ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമ, 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രോപ്പർ ടിപ്പിക്കൽ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തു. ഞാൻ അമ്മ വേഷവും ചെയ്തിട്ടുണ്ട് തമിഴില്. ഞാൻ ഒരു സിനിമയിൽ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ആ സമയത്ത് തന്നെയാണ് എനിക്ക് RDX റിലീസായതും ഇപ്പോൾ ജയഗണേഷ് ആയാലും. അപ്പം എനിക്കൊരു വേഴ്സറ്റാലിറ്റി ചെയ്യാൻ പറ്റാന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെയുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു RDXലെ ക്യാരക്ടർ അത്രയും വൈഡ് റേഞ്ചിലൊരു റിസെപ്ഷൻ, ആ മിനി എന്നുള്ള ക്യാരക്ടറിന്റെ ഒരു ക്യൂട്ട്നെസ്സും അതും ഒരു വൈഡ് റേഞ്ചിലുള്ള റിസെപ്ഷൻ വന്നതുകൊണ്ടായിരിക്കാം മലയാളത്തിൽ തന്നെ ഒരു ക്യൂട്ടായ ഒരു നായിക എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഒരുപക്ഷെ ജയഗണേഷ് അതിൽ നിന്നൊരു ചേഞ്ച് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്.